വളാഞ്ചേരിയിലെ മൊബൈൽ ഫോൺ ഷോപ്പ് കുത്തിത്തുറന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ മൊബൈൽ ഫോണുകൾ മോഷ്ടിച്ച പ്രതിയെയാണ് മണിക്കൂറുകൾക്കകം തന്ത്രപരമായ നീക്കത്തിലൂടെ വളാഞ്ചേരി പോലീസ് വലയിലാക്കിയത്. പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശി രാകേഷ് ഷാ എന്ന 23-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തന്ത്രപരമായി കസ്റ്റഡിയിലെടുത്ത പ്രതിയെ ചോദ്യം ചെയ്തതോടെ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു. കടയിൽ മോഷണം നടത്തുന്നതിനിടെ പ്രതി രാകേഷിന്റെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിരുന്നു. ഈ ദൃശ്യങ്ങളിൽ നിന്ന് പ്രതിയുടെ മുഖം സ്ക്രീൻഷോട്ട് എടുത്ത് പോലീസ് ഇതര സംസ്ഥാന തൊഴിലാളികളെ കാണിക്കുകയും അവരിലൂടെ പ്രതിയെ തിരിച്ചറിയുകയുമായിരുന്നു. അങ്ങനെ ശനിയാഴ്ച പുലർച്ചെ മോഷണം നടത്തിയ പ്രതിയെ അതേ ദിവസം തന്നെ മണിക്കൂറുകൾക്കകം വലയിലാക്കുകയും ചെയ്തു. വളാഞ്ചേരി പെരിന്തൽമണ്ണ റോഡിലുള്ള വെൽടെക് എന്ന സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. ശനിയാഴ്ച പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ഫോണുകളാണ് നഷ്ടപ്പെട്ടത്. അല്ലല്ല മൊബൈൽ മോശം. ഇന്ന് രാവിലെ ഏകദേശം ഒരു 6-6:30ക്കാണ് വളാഞ്ചേരി പെരിന്തൽമണ്ണ റോട്ടിലുള്ള വെൽടെക് മൊബൈൽ ഷോപ്പ് ഒരു കള്ളൻ. ആ കള്ളൻ എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടൊരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു രീതിയിലാണ് കള്ളം മോഷ്ടിച്ചിട്ടുള്ളത്. കയറാനുള്ള സ്റ്റെപ്പിന്റെ ഷട്ടർ താഴ്ത്തിയിട്ട് ഉള്ളിലിരുന്ന് വലതുവശത്തെ ചുമരിൽ വലിയൊരു ഹോൾ ഉണ്ടാക്കി അതിലൂടെ നുഴഞ്ഞു കയറിയിട്ടാണ് കള്ളൻ മൊബൈൽ ഫോൺ മോഷ്ടിച്ചത്. ഈ മൊബൈൽ ഫോൺ മോഷ്ടിക്കുന്നതിന് ആ കടയില് പുതിയ ഫോണുകൾ ഉണ്ടായിരുന്നു കുറേ. അതേപോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ ഒരു 10 ഉണ്ടായിരുന്നു. പക്ഷെ കള്ളൻ അതിലെ ഏറ്റവും വില കൂടിയ ഏറ്റവും നല്ല ഒരു 12 സെക്കൻഡ് ഹാൻഡ് ഫോണാണ് എടുത്തത്. കള്ളൻ പിന്നീട് പിടിച്ചുപോകാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല് ഇത് ബംഗാളിൽ നാട്ടിൽ കൊണ്ടുപോയി സെക്കൻഡ് ഹാൻഡ് മൊബൈല് വിൽക്കാനും അതിലെ പാർട്സ് കൊടുക്കാനുമാണ്. ഫ്രഷ് മൊബൈൽ കൊണ്ടുപോയാൽ ആരും എടുക്കില്ല, മോഷ്ടിച്ചതാണെന്ന് സംശയം തോന്നും, മെല്ലെ മെല്ലെ ഡിസ്പോസ് ചെയ്യാനാണ് പറഞ്ഞത്. അത് മറ്റൊരു പ്രധാന രീതിയാണ്. അപ്പൊ അങ്ങനെ പോലീസ് അവിടെ ആദ്യമായിട്ട് ചെയ്തത് CCTV നിരീക്ഷിച്ചതിൽ വ്യാപാരികൾ എല്ലാവരും ഒരുപാട് നമ്മളെ സഹകരിച്ചു. വളാഞ്ചേരിയിലുള്ള പല ഷോപ്പുകളിലും CCTV വെച്ചിട്ടുണ്ട്. ആ CCTV വെറും ഷോപ്പിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ പുറത്തേക്ക് കൂടി വെച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് വരുന്ന കള്ളന്മാര് ആരാണ്, അതേപോലെ വാഹനങ്ങൾ ഏതാണ്, ഇതൊക്കെ ആ CCTV വഴി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഈ സംഭവം നടക്കുന്നതിനും 10 ദിവസം മുന്നേ വളാഞ്ചേരി പോലീസ്, ഞാൻ ഉൾപ്പെടെ വളാഞ്ചേരി പോലീസ് വ്യാപാര ഭവനിൽ ചെന്ന് വ്യാപാരികളെ ഇതിന്റെ മുകളിൽ നമ്മൾ ഉദ്ബുദ്ധരാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ CCTVകളെല്ലാം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ CCTVകൾ പരിശോധിച്ചു, വ്യാപാരികളെല്ലാം പരിശോധിച്ചിട്ട് ഈ വരുന്ന ആളുടെ രൂപം, ആ CCTV കൃത്യമായിട്ട് അയാളുടെ രൂപം കിട്ടി. പക്ഷെ രാത്രി ആയതുകൊണ്ട് CCTVയിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് രൂപത്തിലാണ് കിട്ടിയതെങ്കിലും ക്ലിയർ ആയിട്ടുള്ള മുഖം വളരെ വ്യക്തമായിരുന്നു. ഈ ഫോട്ടോ കാണിച്ച ഉടനെ തന്നെ ഇങ്ങനെ ഒരു മുഖമുള്ള ഒരാൾ നേരെ കോഴിക്കോട് റോഡിലുള്ള ഒരു വാടക ബിൽഡിംഗ് താമസിക്കുന്നുണ്ടെന്ന് വിവരം കിട്ടി. പോലീസ് നേരെ ഈ സംശയമുള്ള നമ്മളെ സഹായിക്കുന്ന മറ്റ് സഹപ്രവർത്തകരോടും അതേപോലെ തന്നെ ഡാൻസ് ഓഫ് പാർട്ടി, തിരൂർ ഡാൻസ് ഓഫ് പാർട്ടി വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വിവരം ഉടൻ തന്നെ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി അറിഞ്ഞ ഉടനെ അദ്ദേഹം തിരൂർ DSP അദ്ദേഹത്തിന് നിർദ്ദേശം നൽകുകയും തിരൂർ DSP അദ്ദേഹത്തിന് ഡാൻസ് ഓഫ് സ്ക്വാഡിനെ എൻ്റെ കൂടെ അയച്ചു തന്നു. ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ റൂമിലെത്തി ഈ രൂപമുള്ള ആളെ കണ്ടു. അയാൾ ഒരിക്കലും ഇത് സമ്മതിക്കുന്നില്ല. അയാൾ ബോഡി മുഴുവൻ പരിശോധിച്ചപ്പോൾ കയ്യിൽ ചെറിയ ചെറിയ മുറിവുകൾ കണ്ടു, കാലിലൊക്കെ സിമെന്റിന്റെ പാടുകൾ കണ്ടു. അപ്പോൾ ഈ ചുമര് തുറന്ന് ഉള്ളിൽ കയറുമ്പോൾ സിമെന്റിന്റെ പാടുകൾ കാലിലായത് ശ്രദ്ധിച്ചു. ആ CCTVയിലെ ചെരുപ്പ് ശ്രദ്ധിച്ചു. ഇയാളെ ചെരുപ്പ് ഏകദേശം അതേപോലെയുണ്ട്. പക്ഷെ എത്ര ചോദ്യം ചെയ്തിട്ടും അയാൾ പറയാൻ തയ്യാറായില്ല.
പക്ഷെ പിന്നീട് നമ്മൾ ഈ CCTV ക്യാമറയും ഇയാൾ ഇരിക്കുന്ന കൃത്യമായിട്ടുള്ള ഫോട്ടോയും രണ്ടും കൂടി സൈബർ സെല്ലിന് അയച്ചു കൊടുത്ത് ഡിജിറ്റൽ രീതിയിൽ കമ്പയർ ചെയ്ത് രണ്ടും കളർ ഫോട്ടോയ്ക്ക് കമ്പയർ ചെയ്തപ്പോൾ യാതൊരുവിധ വ്യത്യാസവും ഇതിൽ തമ്മിലില്ല എന്ന് മനസ്സിലായി. പിന്നീട് ക്രൂഷ്യലായി ഈ കാര്യങ്ങളെല്ലാം വെച്ച് ചോദ്യം ചെയ്തു. അതിനിടയിൽ ഡോഗ് സ്ക്വാഡ്, ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ട് മുതലായ നമ്മുടെ സാങ്കേതിക വിഭാഗം എത്തിച്ചേർന്നു. 14ഓളം പ്രിന്റുകൾ കിട്ടി. ഈ കാര്യങ്ങളെല്ലാം ഇയാള് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി. ഇയാളുടെ ഫോൺ എടുത്തു. ഫോണിൽ 3 ദിവസമായി കോളുകൾ കാണുന്നില്ല. അതിന്റെ അർത്ഥം ആ കോളുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഫോൺ ഇങ്ങനെ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ആ റൂമിലുള്ള ആളുകൾ ചോദ്യം ചെയ്തു. റൂമിൽ താമസിച്ച കൂടെയുള്ള മറ്റു മൂർഷിദാബാദിലെ ആളുകൾ അവരെ അഭിനന്ദിച്ചേ മതി. വളരെ സത്യസന്ധര ആളുകളാണ്. ബംഗാളിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ അന്യസംസ്ഥാന തൊഴിലാളി എല്ലാവരും കള്ളന്മാരൊന്നുമില്ല. അവര് പറഞ്ഞു എന്റെ കൂടെയുള്ള ആൾ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ സാർ ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞു. അവരും ചോദ്യം ചെയ്യാൻ കൂടി. അതിൽ ഒരാൾ പറഞ്ഞു രാത്രി 3 മണിക്ക് ഇവൻ പുറത്തുനിന്ന് കയറി വരുന്നത് കണ്ടിട്ടുണ്ടോ. അതിന്റെ മുകളിൽ ചോദ്യം ചെയ്തപ്പോ ഈ മോഷ്ടാവ് പറഞ്ഞു ഞാൻ കുടിവെള്ളം ശേഖരിക്കാൻ വേണ്ടി പോയതാണ്. ആ ബിൽഡിങ്ങിൽ വെള്ളം ഉണ്ടായിരുന്നു, പിന്നീട് പ്രത്യേകം ശേഖരിക്കാൻ പോകേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കുറെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ഞാനും ഡാൻസ് ഓഫ് സ്ക്വാഡ് കൂടി ചോദ്യം ചെയ്തതിൽ കക്ഷി ഗത്യന്തരമില്ലാതെ അത് മോഷ്ടിച്ചതാണെന്ന് സമ്മതിച്ചു. 4-5 മണിക്കൂറിലെ ചോദ്യം ചെയ്യൽ നടന്നു. അപ്പോ നമുക്ക് മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയെ പിടികൂടി. അപ്പോൾ പ്രതി പിന്നീട് മൊബൈൽ ഫോൺ വെച്ച സ്ഥലം കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുവന്നു. അത് കൃത്യമായിട്ട് നമ്മൾ പ്രതി നയിച്ച വഴിയിലൂടെ ചെന്ന് മൊബൈൽ ഫോൺ ചാക്കിൽ കൂട്ടിയിട്ട് വെച്ച സ്ഥലം കാണിച്ചു തന്നു. അത് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ നമ്മൾ തുറന്ന് റിക്കവർ ചെയ്തു. നഷ്ടപ്പെട്ട മുഴുവൻ മൊബൈൽ ഫോണുകളും അതിലുണ്ട്. അപ്പോൾ വളരെ സന്തോഷകരമായ വാർത്തയാണ്. എല്ലാ വ്യാപാരികൾക്കും ഇതൊരു വലിയ ധൈര്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ വളരെ മോശം രീതിയിൽ കാണുന്ന ആ പ്രവണത പലരും മാറ്റേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഈ ഒരു പ്രതിയെ പിടികൂടാൻ സഹായിച്ചത് അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അവർ പോലീസിന്റെ കൂടെ നിന്ന് സഹകരിച്ച് നിരന്തരം ചോദ്യം ചെയ്യാൻ നമ്മളോട് കൂടി അവൻ്റെതായ ബംഗാളി ലാംഗ്വേജിലും ചോദ്യം ചെയ്ത് പിടുത്തമിട്ടപ്പോഴാണ് അവനെ സമ്മതിക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പം വളരെ കുറഞ്ഞ കള്ളനാണയങ്ങളുണ്ട്. അപ്പൊ അവരെ കൃത്യമായിട്ട് നമ്മൾ ആരൊക്കെയാണെന്ന് കണ്ടെത്തി അവൻ നമുക്ക് ഇവിടുന്ന് മാറ്റാനുള്ള, ഈ നാട്ടിൽ തന്നെ നിർത്താതെ നമ്മുടെ നാട്ടിൽ സുരക്ഷിതമാക്കാനുള്ള നടപടികളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓരോ ആളുകളുടെയും പൂർണ്ണ ഡീറ്റെയിൽസും ഡാറ്റാബേസും പോലീസ് ശേഖരിച്ചുകൊണ്ടുണ്ടെങ്കിലും ശരി, ഈ തൊഴിലാളികൾ പലപ്പോഴും വന്നുപോയി കൊണ്ടിരിക്കുമ്പോൾ അഡ്രസ്സുകളൊക്കെ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ കൂടുതൽ കാര്യക്ഷമമായി നോക്കി ഈ മോഷണം തടയാനുള്ള മുഴുവൻ നടപടികളായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ വ്യാപാരി സുഹൃത്തുക്കളുടെ മുഴുവൻ ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി. നമുക്ക് ഇത്തരം നമുക്ക് എത്ര ശ്രദ്ധ ഉണ്ടെങ്കിൽ പോലും പൊളിച്ച് ഉള്ളിൽ കയറാവുന്ന ഈ പ്രവണതകൾ എങ്ങനെ ചെറുക്കാൻ പറ്റും എന്നതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് അവർക്ക് കുറെ കാര്യങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. ഏതായാലും വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം ഇങ്ങനെ വലിയൊരു മോഷണം ടൗണിലെ പ്രധാനപ്പെട്ട ഒരു മൊബൈൽ ഷോപ്പ്, 10 വർഷം കഴിക്കുന്ന മൊബൈൽ ഷോപ്പ് വളരെ ഒരു പ്രൊഫഷണൽ മോഷ്ടാവിനെ പോലെ സൈഡിൽ കയറി കുത്തിപ്പൊളിച്ച് ഹോൾസ് ഉണ്ടാക്കി മെയിൻ ഹോളിലൂടെ അകത്ത് കയറി മോഷ്ടിച്ചിട്ടുള്ള പ്രതിയെ മണിക്കൂറുകൾക്കകം പിടികൂടാൻ പറ്റിയത് ജില്ലാ പോലീസിന് വലിയൊരു നേട്ടമായിട്ടുണ്ട്. വ്യാപാരികൾക്ക് വലിയൊരു സന്തോഷവും ആശ്വാസമായി തീർന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് 3 Max Live.